ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കല്ലാരും. ടീച്ചറെ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ, പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തേ, പേടിയുണ്ടോ? ആ ടീച്ചറെ, കുറച്ച് പേടിയുണ്ട്. എന്തേ, നിങ്ങൾ ആരൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ പേടിക്കാനും വേണ്ടി? അതോ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ വല്ല കാരണം ഉണ്ടോ പഠിക്കാണ്ടിരുന്നേന്റെ? അയ്യോ, ടീച്ചർ ഇന്ന് കലപ്പിലാണല്ലോ. ആ ശരിയാടി. ഈ ക്ലാസ്സിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിയാനുണ്ട്. ആ ബെസ്റ്റ്, ടീച്ചറെല്ലാം അറിഞ്ഞു തോന്നണേ. അല്ല, നിങ്ങൾക്ക് ഞാൻ ഈ ടോപ്പിക് എടുത്തു തുടങ്ങിയിട്ട് എത്ര ദിവസമായി? കുറച്ച് ദിവസമായി ടീച്ചറെ. ഓൾമോസ്റ്റ് ഒരു 2 മാസമായി അല്ലേ? എക്സാം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 1 വീക്ക്. ഒരാഴ്ചയായി. പക്ഷേ ഇന്നലെ എന്നെ പ്രിൻസിപ്പാൾ എന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. എന്തോ ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കംപ്ലൈന്റ് ചെയ്തു പറഞ്ഞിട്ട്. എന്തോ പഠിപ്പിക്കുന്നത് മനസ്സിലാവണില്ലാന്നോ മറ്റോ? എന്തേ, നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവണില്ലേ ഞാൻ പഠിപ്പിക്കുന്നത്? ഞാൻ ഈ പേപ്പർ നോക്കിയപ്പോഴേ ഇതിൽ നല്ല മാർക്ക് വാങ്ങിയ പിള്ളേരുണ്ട്. അവർക്കൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവണ്ടാണല്ലോ അവർ നല്ല മാർക്ക് വാങ്ങിയേക്കണത്. പക്ഷെ ഈ ക്ലാസ്സിൽ ചിലവർക്ക് മാത്രം ഒന്നും മനസ്സിലാവണില്ല. അതുകൊണ്ട് അവരുടെ പേപ്പറിലൊന്നും ഇല്ല. അല്ലാണ്ട് അവർ പഠിക്കാത്തതുകൊണ്ടല്ല കേട്ടോ. ചിലവർക്ക് മാത്രമുള്ള എല്ലാ പ്രശ്നങ്ങളും. നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ 2 കംപ്ലൈന്റ് കൊടുക്കുമ്പോഴേക്കും എന്നെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു? ആർക്ക് എന്താ ഉണ്ടാവാൻ പോണെന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാം ആരാ കൃത്യമായിട്ട് പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയെന്നും മറ്റും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവല്ലോ ഇക്കൊല്ല. ഞാൻ തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ ടീച്ചർ. അപ്പൊ പേപ്പർ തരാം എല്ലാവർക്കും. ടീച്ചറെ, ഞങ്ങൾ ഒരാളായിട്ട് പോയി കംപ്ലൈന്റ് കൊടുത്തതല്ല, ക്ലാസ്സിൽ എല്ലാവരും കൂടി തീരുമാനിച്ചതാ. ഞാൻ ചോദിച്ചില്ലല്ലോ അതിന്. നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണോ അല്ലെന്നൊന്നും. എല്ലാവരും കൂടി എടുത്ത തീരുമാനം ആയതുകൊണ്ടാണല്ലോ ഈ ക്ലാസ്സിലെ ചിലവർക്ക് മാത്രം നല്ല മാർക്ക് കിട്ടിയേക്കണത്. ടീച്ചറെ, ഞങ്ങൾ ഓൾറെഡി 2-3 വട്ടം ടീച്ചർ അടുത്ത് പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് എടുക്കണ ഒന്നും മനസ്സിലാവണുണ്ടായിരുന്നില്ല. 2-3 വട്ടം പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലവർക്ക് മാത്രം മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടേ എടുത്ത ടോപ്പിക് എന്നെ വീണ്ടും 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 എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് കളയാനൊന്നും എന്നെ കൊണ്ട് വെച്ചില്ല. എനിക്ക് എന്റെ പോർഷൻസ് തീരണം കേട്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എക്സാമിന് അത് നിങ്ങൾ പോയി കംപ്ലൈന്റ് കൊടുക്കില്ലേ പോർഷൻസ് കഴിഞ്ഞില്ലാന്ന്. ഞാൻ ക്ലാസ്സിൽ വെക്കുന്നത് ഇതെന്നെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ എന്റെ ക്ലാസ്സിലുണ്ട്. അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് കിട്ടല്ലോ, പോയി കണ്ടുപിടിച്ചു. എനിക്ക് എന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി കളയാൻ പറ്റില്ല. എന്തായാലും പേപ്പർ തരാം. മിഥുൻ 16, സ്നേഹ 21, കൃഷ്ണ 38.5 മാർക്കാണ് കൃഷ്ണയ്ക്ക് കിട്ടിയേക്കണേ. 38.5 മാർക്ക്. ഈ ക്ലാസ്സിലൊന്നും പഠിപ്പിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാ കുട്ടിക്ക് 38 മാർക്ക് കിട്ടണത്? കൃഷ്ണേ, താങ്ക് യു ടീച്ചർ. എടി, നിനക്ക് എങ്ങനെ ഇത്ര മാർക്ക്? നേരെ എങ്ങനെ കഷ്ടപ്പെട്ട് വേറെ ട്യൂഷൻ? സൈലൻസ്. ഇനി നമ്മുടെ ക്ലാസ്സിലെ ഹീറോയിന്റെ മാർക്ക് കാണണ്ടേ? എല്ലാരും കണ്ടോ? 2.5 മാർക്ക്. 2.5 മാർക്കും വെച്ചാണ് ഈ വർത്താനം പറയണതേ. നവീൻ 24, അഭിനവ് 4. ഈ കൂട്ടത്തിൽ മോനുണ്ടായിരുന്നില്ലേ? എന്നാ പിടിക്ക്. എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടിയില്ലേ? വായിച്ചു നോക്കിക്കോ. ഒരു 10 മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളൊന്നും കൊണ്ടുപോവാ. വായിച്ചു. ടീച്ചർ, തനിക്കെന്താടോ? എനിക്ക് മാർക്ക് കറക്ഷൻ ഉണ്ട്. തനിക്ക് കറക്ഷനോ? എന്തിന്റെ കറക്ഷൻ? ആൻസർ ശരിയായിട്ടും ടീച്ചർ 2-3 എണ്ണത്തിന് മാർക്ക് കിട്ടിയിട്ടില്ല. നോക്കട്ടെ, പേപ്പർ തന്നെ. ഇതിലെന്ത് കറക്ഷൻ എന്നാ പറയണേ? ടീച്ചറെ, ഇത് കൃഷ്ണയുടെ പേപ്പറാ. ഇതിലുള്ള സെയിം ആൻസർ തന്നെ എനിക്കും കിട്ടിയേക്കണേ. പക്ഷേ ടീച്ചർ, എനിക്ക് മാത്രം മാർക്ക് കിട്ടിയിട്ടില്ല. ടീച്ചർ, എന്റെ ആൻസർ ശരിയാണെങ്കിൽ എനിക്ക് മാർക്ക് തരണ്ടല്ലേ? ലാസ്റ്റ് ആൻസർ ശരിയാണിച്ചിട്ട് തന്റെ ലാസ്റ്റ് ആൻസർ ശരിയാന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് തരാൻ പോണില്ല. ടീച്ചറെ, ടീച്ചർ ഇപ്പൊ ചെയ്യുന്ന തെറ്റാ. കൃഷ്ണയ്ക്കും സെയിം ആൻസർ അല്ലേ കിട്ടിയേക്കണേ, പിന്നെ എനിക്ക് മാത്രം എന്താ മാർക്ക് തരാത്തെ? കൃഷ്ണയ്ക്ക് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ അവള് ചെയ്തു വന്നേക്കണ വഴി മൊത്തം കറക്റ്റാ. താനിത് പഠിച്ച് എഴുതിയതാണോ കോപ്പി അടിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെ ആയാലും ലാസ്റ്റ് ആൻസർ മാത്രം ശരിയായിട്ട് ഞാൻ ഇവിടെ ആർക്കും മാർക്ക് തരാൻ പോണില്ല. ഞാനിവിടെ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ മെത്തേഡ് ചെയ്തു വന്നിട്ട് മാർക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരില്ല. അതുകൊണ്ട് ലാസ്റ്റ് ആൻസർ ശരിയാണ്, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞ ആരും വരണ്ട. പേപ്പർ നോക്കിയിട്ട് അതിൽ കാൽക്കുലേഷൻ എന്തെങ്കിലും വരാറുണ്ടെങ്കിൽ അതും കൊണ്ടുവരാം. താൻ പേപ്പർ കൊണ്ടുപോയേ. താൻ പൊക്കോ, തനിക്ക് ഞാൻ മാർക്ക് ചെയ്യില്ല. ടീച്ചർ, ഇത് മാത്സ് തന്നെയല്ലേ? ഏത് വഴിയിൽ ചെയ്താലും ലാസ്റ്റ് ആൻസർ ശരിയാണെങ്കിൽ മാർക്ക് തരണ്ടല്ലേ? എനിക്ക് ഈ ആൻസർ കിട്ടിയത് നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാ ടീച്ചറെ. അല്ലാണ്ട് ഞാനിവിടെ നിന്ന് കോപ്പി അടിച്ചിട്ടല്ല. തനിക്ക് തോന്നുന്ന മെത്തേഡിൽ ചെയ്യാനാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്?
ടീച്ചർ എടുക്കുന്ന മെത്തേഡ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ഒരുപാട് വട്ടം ഞങ്ങൾ പറഞ്ഞതല്ലേ. ഞാൻ മാർക്ക് തരില്ല റോസേ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ മാർക്ക് തരില്ല. ആ പേപ്പറും കൊണ്ട് പോയേ. ശരി ടീച്ചറെ, ഇപ്പൊ ഞാൻ പൊക്കോണ്ട്. പക്ഷെ ഞാനേത് ആൻസേഴ്സ് ശരിയാന്നുണ്ടെങ്കിൽ ഞാനിതിന് മാർക്ക് വാങ്ങിയിട്ട് അടങ്ങും. ആഹാ, അന്നത്തെ ആ മാർക്ക് വേണമെന്ന് എനിക്കൊന്ന് കാണണല്ലോ. ടീച്ചറെ അടുത്ത് തർക്കിക്കാനൊന്നും ഞാനില്ല, പക്ഷെ എന്തായാലും ഞാനിതിന് മാർക്ക് വാങ്ങിയിരിക്കും. ആ കാണാം. മക്കളെ, നിങ്ങൾ എന്നെ വെറുപ്പിച്ച് ഈ ക്ലാസ്സിൽ പഠിക്കാന്നും മാർക്ക് വാങ്ങാന്നും വിചാരിക്കണ്ട. എന്തായാലും എന്താ മാർക്ക് വാങ്ങിച്ച് കാണിച്ചിരുന്നല്ലേ പറഞ്ഞേ, ഞാനതൊന്ന് കാണട്ടെ. അപ്പൊ ഈ പോർഷൻസ് എടുത്തൊക്കെ മനസ്സിലായോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ആ റോസ്, ഇതെവിടെ പോണ്? ടീച്ചറെ പേപ്പറൊക്കെ കിട്ടിയോ? എങ്ങനെയുണ്ട് മാർക്ക്? ടീച്ചറെ പേപ്പറൊക്കെ കിട്ടി. മോത്തൊരു സന്തോഷല്ലല്ലോ റോസേ, എന്ത് പറ്റി? കാര്യം പറ. ടീച്ചർക്ക് അറിയോ, സിന്ധു ടീച്ചർ ഞങ്ങൾക്ക് മാത്സ് എടുക്കണേ. പേപ്പർ തന്നു കഴിഞ്ഞതേ ഒരു അംഗം കഴിഞ്ഞുള്ളൂ. കോൾ അടിച്ചല്ലോ. വെറുതെ കളിയാക്കല്ലേ ടീച്ചറെ. എന്താ കാര്യം? എന്താ പറ്റിയേ? വേറെ എന്താ ടീച്ചറെ, ഇത് പേപ്പർ വന്നപ്പോ ഞാൻ ഇതൊക്കെ വേറെ വഴിയാന്ന് പറഞ്ഞ എല്ലാം വെട്ടിട്ട് വെച്ചേക്കാ. മാത്സോ? ടീച്ചറെ. ടീച്ചർ കാര്യൊന്നും പറയണ്ട, ഒറ്റ വാശിയാ. എന്നും പറഞ്ഞാൽ ഞങ്ങളോടാണോ ടീച്ചർ എടുക്കണ്ടേ? അതെ എനിക്കറിയാം. ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കണോ? വേണ്ട ടീച്ചറെ, ഞാൻ പ്രിൻസിപ്പാളിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. ടീച്ചറുടെ സ്വഭാവം എനിക്കറിയണതാ, നല്ല വാശിയാ. ഞാൻ പറയുകയാണെങ്കിൽ നീ ഇപ്പൊ ഡയറക്റ്റ് പോയി കംപ്ലൈന്റ് കൊടുക്കാൻ വരട്ടെ. അല്ലാണ്ട് എന്താ ചെയ്യാ? നിന്റെ പേപ്പറും തന്നെ ഞാൻ നോക്കട്ടെ. ഓ 2:30. ടീച്ചർ വെറുതെ കളിയാക്കാൻ നിൽക്കല്ലേട്ടാ. ഞാൻ കല്ലാക്കിയതല്ലേ, നോക്കട്ടെ. എടാ, ഇതിലിപ്പോ നോക്കുമ്പോ ഒരുവിധം നീ എഴുതിയേക്കണതെല്ലാതും കറക്റ്റ് വഴിയിലുമാണ്, ആൻസറും ശരിയാണ്. ഇത് എവിടുന്ന് പഠിച്ചതാ? കഷ്ടപ്പെട്ടിരുന്ന യൂട്യൂബ് നോക്കി പഠിച്ചതാ ടീച്ചറെ. അല്ല, അപ്പൊ നിങ്ങൾ ടീച്ചറുടെ അടുത്ത് പറഞ്ഞില്ലേ മനസ്സിലാവില്ല എന്നുള്ള കാര്യം? എത്ര വട്ടം വെച്ചാ ടീച്ചറെ പറയാ? 2-3 വട്ടം ഞങ്ങൾ പറഞ്ഞു. ടീച്ചർ ഈ പറഞ്ഞ പോലെയാ, ടീച്ചർക്ക് തന്നെ അറിയില്ല ടീച്ചർ എന്തൊക്കെ പഠിപ്പിക്കണേന്ന്. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. എന്റെ സബ്ജക്റ്റും മാത്സ് ആയതുകൊണ്ട് കറക്റ്റ് ചെയ്ത പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, കാരണം നിങ്ങളുടെ ടീച്ചർ സിന്ധു ടീച്ചർ ആണല്ലോ. എന്താ ചെയ്യണ്ടേ? ടീച്ചർ ചെയ്യാൻ നിൽക്കണ്ട ടീച്ചറെ, ടീച്ചർക്ക് പ്രശ്നമാവല്ലേ ഉള്ളൂ. സാരില്ല, ഇതിപ്പോ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. താൻ ഇനി ഇത് പോയി പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ടീച്ചറെ, എന്നാലും ഇത് പ്രിൻസിപ്പാൾ അറിഞ്ഞിരിക്കണ്ടേ? എടോ എന്തിനാ, ഞാൻ ടീച്ചറെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. ശരി. പേപ്പർ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ പിന്നാലെ ഇനി എന്തൊക്കെ വരും എന്ന് എനിക്കറിയില്ല. താൻ എന്തായാലും കൊണ്ടുപോക്കോ. ഞാൻ ടീച്ചറെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ചെല്ലേ. ശരി ടീച്ചറെ, താങ്ക് യു. ചെല്ലേ. എല്ലാവർക്കും മനസ്സിലായോ? മീനു ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റേ വേറെ. ടീച്ചറെ എന്ത് പറ്റി? താൻ റോസിന് മാർക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്തോ? ആ കുട്ടി എന്റെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ്. എന്തെങ്കിലും മാർക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാനാ ചെയ്ത് കൊടുക്കണ്ടേ, അല്ലാണ്ട് താനല്ല. ഞാൻ ക്ലാസ്സിൽ കിടന്ന് ഈ വക വെച്ച് പഠിപ്പിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് അവർ പറയണേ. പോരാത്തിന് അവരുകൊണ്ട് എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കണം, എന്നിട്ട് ഞാൻ അവർക്ക് മാർക്ക് പറയണേ. ടീച്ചർ ഞാൻ പറയാതിരിക്കായിരുന്നു. ഞാനത് കറക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് കൊടുത്ത പേപ്പറാ, പിന്നെ താനത് കറക്റ്റ് ചെയ്യേണ്ട എന്താ ആവശ്യമാണ് തനിക്കുള്ളത്? പിള്ളേരൊക്കെ നോക്കുന്നുണ്ട്, എന്നിട്ട് തോന്നിയ വഴിയിൽ ചെയ്തേക്കാം. ഞാൻ മാർക്ക് കൊടുക്കില്ല. ടീച്ചറെ, ഞാനൊരു മാത്സ് ടീച്ചറാ. ആ കുട്ടി ചെയ്തേക്കണ വഴി എല്ലാം കറക്റ്റാ. അവരും ഇത് വീട്ടിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ ചെയ്യണേ. നമ്മള് ടീച്ചർമാര് വേണ്ട ടീച്ചർ അതൊക്കെ മനസ്സിലാക്കാൻ. എന്തിനാ വെറുതെ പിള്ളേരുടെ അടുത്തൊരു അലമ്പിൽ നിൽക്കണേ? മീനു, തനിക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ? ടീച്ചർ ഇതേ എച്ചമ്മ വേണ്ട ടീച്ചർ, മിണ്ടാണ്ട് നിൽക്കും, കേൾക്കാൻ നിൽക്കണ്ട. എന്താണ് രണ്ടാളും കൂടി ഇവിടെ ഒരു ചർച്ച? ഇല്ല മാഷേ, ഞങ്ങൾ ഒരു കാര്യം പറയായിരുന്നു. സിന്ധു ടീച്ചർ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനല്ല മാഷേ, ഈ മീനുവാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എന്ത് പ്രശ്നം? എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ മീനുവാണോ മാർക്ക് ഇട്ട് കൊടുക്കണ്ടേ? മീനു ടീച്ചറെ, എന്താ കാര്യം? കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. മാഷെ, 10C റോസിന് അറിയണതല്ലേ, ആ കുട്ടി അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയാ. അവൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ കാര്യം അന്വേഷിച്ചപ്പോഴാ പറയണേ, ഇത് തമ്മിൽ എന്തോ പ്രശ്നമായിട്ട് മാർക്ക് ഇട്ട് കൊടുത്തത് ശരിയായിട്ടില്ല. ഞാനും സെയിം സബ്ജക്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ നോക്കി മാർക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ടീച്ചർ മാർക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ടീച്ചർ ഈ ക്ലാസ്സിൽ പോക്കോ. ശരി. സിന്ധു ടീച്ചറെ, ടീച്ചർ എന്തൊക്കെയാ കാട്ടിക്കൂട്ടും? കുട്ടി ചെയ്തേക്കണ വഴിയൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുത്ത മെത്തേഡല്ല. അതെങ്ങനെയാ ടീച്ചറെ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത മെത്തേഡ് ആവാ? അവരെല്ലാരും കൂടി വന്നിട്ട് എനിക്ക് 2 ദിവസം മുന്നേ കംപ്ലൈന്റ് തന്നേ, ടീച്ചർ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് എത്ര വട്ടം ടീച്ചർക്ക് വാണിംഗ് തന്ന കാര്യമാണ്. പിള്ളേരെല്ലാരും ഇത്രയധികം മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടും ടീച്ചർ എന്തെങ്കിലും ചെയ്തോ?
അവർക്ക് ആ പോർഷൻ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പിള്ളേരുടെ അടുത്ത് പോരെടുക്കാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും ഇപ്രാവശ്യത്തെ മാനേജ്മെന്റ് മീറ്റിംഗിൽ ഞാൻ എന്തായാലും ടീച്ചർക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്. ടീച്ചറെ അവർ ചെറിയ കുട്ടികളാ, ടീച്ചർ അവരുടെ അടുത്തല്ല ടീച്ചറുടെ ഈഗോ കാണിക്കണ്ടേ. ടീച്ചറെ ഇത് ലാസ്റ്റ് ചാൻസാ. ഈ വട്ടം ടീച്ചർ മര്യാദ രീതിക്ക് പെരുമാറിയില്ലെങ്കിൽ ടീച്ചർക്കെതിരെ ഞങ്ങൾക്ക് എന്തായാലും ആക്ഷൻ എടുക്കേണ്ടി വരും. ടീച്ചറെ ടീച്ചർ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവർ കുട്ടികളാ, അവർക്ക് നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ഈഗോ അല്ല കാണിക്കണ്ടേ. ഞാൻ ഇനിയൊന്നും പറയാനില്ല, ടീച്ചർ തന്നെ നോക്ക് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് ഓക്കെ ആവാൻ പറ്റുമെന്ന്. ആ മാഷേ സോറി. അതൊന്നും കുഴപ്പമില്ല ടീച്ചറെ, ടീച്ചർ ക്ലാസ്സിൽ പോകാൻ നോക്ക്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. അപ്പോൾ എല്ലാവരും മാർക്കൊക്കെ കറക്റ്റ് ചെയ്ത് കിട്ടിയില്ലേ? നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കും. പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന്റെ പുറത്താണ് നിങ്ങളുടെ അടുത്ത് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ടീച്ചറെ ടീച്ചർക്ക് വിഷമായോ? റോസ് അവിടെ ഇരുന്നു. എൻ്റെ ബാധ തരുന്നൊക്കെ എനിക്കറിയാം.